ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി യാത്ര, ഇലക്ഷൻ കമ്മീഷനെതിരെ നടത്തിയ പത്രസമ്മേളനം, പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ, അതേപോലെ തന്നെ മോദി ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പാളിച്ചകൾ, ഇതിവിടുത്തെ നാഷണൽ മീഡിയയും ഇവിടുത്തെ ഗോദി മീഡിയ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കത്തിയത്. അപ്പൊ ഈ വോട്ട് ചോരി യാത്ര, അതായത് വോട്ട് അധികാർ യാത്ര ബീഹാറിൽ നടക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല. എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടാണ് ഇത് കത്തി അങ്ങ് കയറിയത്. ഇത് കത്തി കയറി കഴിഞ്ഞപ്പോഴാണ് നാഷണൽ, അതായത് മോദി ഗവൺമെന്റ് പിടികിട്ടത് അവരുടെ കയ്യിൽ ഒതുങ്ങത്തില്ല, അവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അപ്പം മോദി ഗവൺമെന്റ് അവരെ നടത്തിയ ബീഹാറിൽ പല ക്യാമ്പയിൻ നടത്തിയ ഇലക്ഷനുമായി മുന്നോടിയായിട്ട് അതിനകത്ത് ആൾക്കാരില്ല. അതും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരാൻ തുടങ്ങി. അതിനകത്ത് ആൾക്കാർ നിർബന്ധിച്ച് പണം കൊണ്ടുവന്ന് ഇരുത്താൻ തുടങ്ങി. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നു. ബീഹാറിൽ നടത്തിയ ബന്ദ് ഏറ്റവും വലിയ ഫ്ലോപ്പായിരുന്നു. മോദിയുടെ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് പറഞ്ഞു, അതൊന്നും പറഞ്ഞുകൊണ്ട് അതും ഫ്ലോപ്പായി. ഇതെല്ലാം കൂടെ ജനം അറിയും. ഇപ്പം നാഷണൽ മീഡിയ ഇത് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ജനങ്ങൾ അറിയാൻ തുടങ്ങി ഇതെല്ലാം ഫ്ലോപ്പ് ഷോ ആണ്. ഇത് സോഷ്യൽ മീഡിയയുടെ ഡോമിനേഷനാണ് കാണിക്കുന്നത്. ഇതാണ് പ്രാധാന്യം.